വഴി എന്ന് പറയുന്നത് എന്താ? വഴി എന്ന് പറയുന്നത് സിദ്ധാന്തമാണ്. വഴിയെന്ന് പറയുന്നത് ഇപ്പോൾ ഓരോ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നില്ലേ, അതിനാദ്യം എന്താ, ഇപ്പോൾ ഒരു വീട് വെക്കണമെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം സ്കെച്ചും പ്ലാനും ഉണ്ടാക്കും. ആ സ്കെച്ചും പ്ലാനുമാണ് വഴിയെന്ന് പറയണത്. എല്ലാത്തിനെക്കുറിച്ച് ഒരു സ്കെച്ച് പ്ലാന്. നമ്മൾ ഒരു കട ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. അപ്പം നമ്മളത് ഉടനെ അതിൻ്റെ വഴി എന്താണ്? ലോൺ എടുക്കാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കോട്ടയത്തു നിന്നൊരു ചേട്ടൻ വന്ന് സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹത്തിന് 10 മരങ്ങളുണ്ട്. എന്ത് മരങ്ങളാണെന്ന് അറിയത്തില്ല. കോട്ടയം സൈഡൊക്കെ ഇവിടെ ആലപ്പുഴ മരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യമരമെന്നാണ് പണ്ട് ഉദ്ദേശിച്ചിരുന്നത്. കോട്ടയത്തെ മരങ്ങളെന്ന് പറയുമ്പോൾ ഈ പ്ലാവാണോ തേക്കാണോ ഈട്ടിയാണോന്ന് അറിയത്തില്ല. 10 മരങ്ങൾ അദ്ദേഹത്തിന് വിൽക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആരും ആ മരങ്ങളൊന്നും എടുക്കുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ മരം വിൽക്കുക എന്നുള്ള പ്രോജക്റ്റ് അദ്ദേഹം ഉപേക്ഷിച്ചിട്ട് ഉടമ്പടി വന്നപ്പോൾ മരങ്ങൾ വിറ്റ് തരാൻ വേണ്ടി എഴുതി വെച്ചു. അപ്പോൾ വല്ല യുക്തിവാദം, ഇപ്പോൾ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ, ഞാൻ യുക്തിപരമായിട്ടാണ് ആ വിഷയത്തെ എടുത്തതെന്ന്. അങ്ങനെ ഒരു ചേച്ചി സാക്ഷ്യം വാക്ക് ഉപയോഗിച്ചായിരുന്നു, ഞാൻ യുക്തിപരമായിട്ടാണ് ആ വിഷയത്തെ എടുത്തതെന്ന്. അതുപോലെ യുക്തിവാദം എടുക്കുന്നവർ ചോദിക്കുവേ, ഇപ്പോൾ മാതാവ് ഇപ്പോൾ മരക്കച്ചവടം തുടങ്ങിയാന്ന് ചോദിക്കും ഇല്ലേ? ആ വിണ്ണന്മാരൊക്കെ ഒരു കാലത്തും ഈ ഭൂമി വെച്ച് ദൈവത്തെ അനുഭവിക്കത്തില്ല. എന്താ കാര്യം അറിയാവാ? ഇങ്ങനെ ദൈവത്തെ അനുഭവിക്കുന്ന ആദ്യം വേണ്ടത് സിമ്പിൾ ഫെയ്ത്താണ്, നിഷ്കളങ്കമായ വിശ്വാസം. എന്തെല്ലാം നിഷ്കളങ്കമായ വിശ്വാസത്തിൻ്റെ പിന്നിൽ നിങ്ങൾ ഓർക്കും ശുദ്ധഗതിയാണെന്ന്. നിഷ്കളങ്കമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ ശുദ്ധഗതിയല്ല. നിഷ്കളങ്കമായ വിശ്വാസം എന്ന് പറഞ്ഞത് നിഷ്കളങ്കമായ സ്നേഹമാണ്. ഇപ്പോൾ മാവ് പൂത്തൊന്നും ചക്ക കായ്ച്ചെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ സാക്ഷ്യം പറഞ്ഞില്ലേ, അത് ചില ആൾക്കാർക്ക് ചിരിക്കും, ഈ പെണ്ണിൻ്റെ വട്ടാളാണ്. യുക്തിപരമായിട്ട് കാര്യങ്ങൾ എടുക്കുന്നവർക്ക് അങ്ങനെ തോന്നും. പക്ഷേ ദൈവത്തിരുസന്നിധി വരണത് നമ്മളെ ശുദ്ധന്മാരെന്നാണ് ചില ആൾക്കാർ വിളിക്കണത്. നമ്മുടെ ശുദ്ധത എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ സ്നേഹത്തിലുള്ള ആശ്രയമാണ്, നിഷ്കളങ്കമായ സ്നേഹമാണ്. അവിടെ എൻ്റെ മക്കളെപ്പോഴും വിചാരിക്കേണ്ടത് നിഷ്കളങ്കമായ സ്നേഹമാണെങ്കിൽ ദൈവം പിന്നെ മുമ്പോട്ട് ചലിക്കത്തില്ല, നിൻ്റെ കാര്യം നിറവേറ്റി തരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി കർത്താവേ, മഹത്വം ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പം ചില ബ്രദർമാരൊക്കെ സെമിനാരി പോയിട്ട് ചാടി വീട്ടിൽ വന്ന് നിൽക്കണില്ലേ? സെമിനാരി പോയിട്ട് 5 കൊല്ലം 4 കൊല്ലം കഴിയുമ്പോൾ അവിടെ നിന്ന് ചാടി വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അമ്മമാർ എൻ്റെ അടുത്ത് വരും, എൻ്റെ ഇവന് ഇപ്പം പണ്ടത്തെ എൻ്റെ പകുതി വിശ്വാസമില്ല, ഇവൻ എന്നാ സെമിനാരി കൊണ്ടുവച്ച് കാണിച്ചതെന്ന്. ഞാൻ പറഞ്ഞു, ഇവനെ ഫിലോസഫിയൊക്കെ പഠിപ്പിച്ചാണ് ഇങ്ങ് പരുവത്തിലാക്കിയത്. അമ്മയുടെ നിഷ്കളങ്കമായി ഇപ്പം ഞാനിപ്പോഴും കീപ്പ് ചെയ്യണത് എൻ്റെ അപ്പൻ്റെ നിഷ്കളങ്കമായ സ്നേഹമാണ് ദൈവത്തോടുള്ള കാര്യം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയതാണ്. നമുക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടിയ അപ്പൻ്റെ നിഷ്കളങ്കമായ സ്നേഹമുണ്ട്, അമ്മയുടെ നിഷ്കളങ്കമായ വിശ്വാസമുണ്ട്. അതിനേക്കാൾ വലുതൊന്നും ഇനി ആർക്കും പഠിപ്പിക്കാനില്ല. അത് കൈമോശം വന്ന എന്നേക്കുമായി പോയതാണ്. റീസൺ എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ വർത്തമാനമൊക്കെ വായിക്കൊള്ളാത്ത പറയുമെങ്കിലും കർത്താവിന് ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ നിഷ്കളങ്കമായ സ്നേഹം വേണം. യുക്തിയിൽ നിന്നല്ല നമ്മൾ വിശ്വാസത്തിലേക്ക് വരണത്, സ്നേഹത്തിൽ നിന്നാണ് വിശ്വാസത്തിലേക്ക് വരണത്. സുഖിട ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. അതിശക്തമായ കർത്താവേ, അടിയുറച്ച ദൈവവിശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഏത് പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തെ വിശ്വസിച്ച് കൊണ്ടേറാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കിട്ടിയ വിശ്വാസം പരിപോഷിപ്പിക്കാൻ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച വിശ്വാസത്തെ കർത്താവെ പരിപോഷിപ്പിക്കണമേ, ഊർജിതപ്പെടുത്തണമേ. അമ്മയെപ്പോലോ മരിക്കും സ്നേഹം, ആരും കൊതിക്കും നിന്റെ സ്നേഹം. അമ്മയെപ്പോലോ സ്നേഹം, കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ. നാദാ നിന്നെ എന്ന് വാഴ്ത്തിടാം, കിന്നരവും തമ്പുരവും നീട്ടിടാം, ഇമ്പമായി കീർത്തനങ്ങളെ ഇടാം, ഇന്നുമെന്നും ആനന്ദത്താൽ പാടാം. നിന്റെ നാമം പാവനം, നിന്റെ നാമം പാവനം. കരങ്ങൾ ഉയർത്തി കിന്നരവും തമ്പുരവും നീട്ടിടാം,
ഇമ്പമായി കീർത്തനങ്ങളെ ഇടാം ഇന്നും എന്നും ആനന്ദത്താൽ പാടാം നിന്റെ നാമം പാവനം ദിവ്യനാമം പാവനം. അപ്പോഴൊന്ന് ആത്മാർത്ഥമായിട്ട് ഒരു കൈ നെഞ്ചത്ത് വെച്ച് ഒരു കൈ കർത്താവിനോട് നീട്ടി ഒന്ന് പ്രാർത്ഥിച്ച് അച്ഛനോട് ചേർന്ന്, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, നിഷ്കളങ്കമായ സ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, എന്നിൽ സ്നേഹം വർദ്ധിപ്പിക്കണമേ. ഞാൻ അങ്ങയെ അറിയേണ്ടതുപോലെ അറിയട്ടെ. മക്കളെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നീ നടക്കേണ്ട വഴി ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി ഉപദേശിക്കാമെന്ന് പറഞ്ഞില്ലേ? സങ്കീർത്തനം 32:8 അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വായിച്ചതാണ് പുറപ്പാട് 33:13. നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഇപ്പോഴും വിഷയമെന്ന് പറയുന്നത് വഴികളും ദൈവം വിഷയങ്ങളെ രണ്ടായിട്ടാണ് കാണുന്നത്. തിയറിയും പ്രാക്ടിക്കലും, വഴികളും പ്രവർത്തികളും. ഇപ്പം മോശയോട് പറയുമ്പോൾ ദൈവമായ കർത്താവ് മോശയ്ക്ക് ഒന്ന് പറഞ്ഞ്, മോശയ്ക്ക് തൻ്റെ വഴികളും ഇസ്രയേൽ ജനത്തിന് തൻ്റെ പ്രവർത്തികളും വെളിപ്പെടുത്തി. ഇപ്പം രണ്ട് കാര്യം അല്ലേ? ഇസ്രയേൽ ജനത്തിന് എന്നാ വെളിപ്പെടുത്തിയത്? പ്രവർത്തികൾ, പ്രയോഗങ്ങൾ. മോശയ്ക്ക് എന്നാ വെളിപ്പെടുത്തിയത്? വഴികൾ, സിദ്ധാന്തങ്ങൾ, ഇല്ലേ? പക്ഷേ ഇത് രണ്ടും ദൈവത്തിലുണ്ട്. ഇപ്പം സങ്കീർത്തനം 103:7 ദൈവമായ കർത്താവ് ഏറ്റു പറഞ്ഞ്, മോശയ്ക്ക് തൻ്റെ വഴികളും ഇസ്രായേൽ ജനത്തിന് തൻ്റെ പ്രവർത്തികളും വെളിപ്പെടുത്തി. പക്ഷേ ഏറ്റവും ആധ്യാത്മികമായ ആരോഗ്യം എന്താണെന്നറിയാവോ? രണ്ടും ഒരാൾക്ക് തന്നെ വെളിപ്പെടുത്തുന്നതാണ്. പറഞ്ഞ മനസ്സിലായോ? ഇപ്പോഴേ രണ്ടും ഒരാൾക്ക് തന്നെ വെളിപ്പെടുത്തുക എന്ന് വെച്ചാൽ വഴികളും ഒരാൾക്ക് കൊടുക്കും, പ്രവർത്തികളും ഒരാൾക്ക് തന്നെ വെളിപ്പെടുത്തും. അതാണ് ഏറ്റവും ആരോഗ്യമായ വഴികൾ. ക്രിസ്തുവിൽ രണ്ടും ഒരുമിച്ചുള്ളതാണ്. ഇപ്പം ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു ഒന്ന് പറഞ്ഞേ. ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു. ഞാൻ എന്താ ഇങ്ങനെ പറഞ്ഞത്? ഇപ്പം ഇത് 1 കൊരിന്ത്യൻസ് 1:24 തിരുവചനം. 1 കൊരിന്ത്യൻസ് 1:24 1 കൊരിന്ത്യൻസ് 1:24 ദൈവത്തിൻ്റെ ജ്ഞാനവും പറഞ്ഞ് ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വഴി, ഇല്ലേ? ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തികൾ. കർത്താവിൻ്റെ പ്രവർത്തികളിലൂടെയാണ് കർത്താവിൻ്റെ ശക്തി വെളിപ്പെട്ടത്. ക്ലിയർ അല്ലേ? ലൂക്ക 8:45 അനുസരിച്ച് കൊണ്ട് കർത്താവിൻ്റെ വീര്യപ്രവർത്തികളിലൂടെയാണ് ആരാണ് എന്നെ സ്പർശിച്ചത്, എന്നിൽ നിന്ന് ശക്തി നിർഗളിച്ചിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ശക്തി വെളിപ്പെട്ടത് എങ്ങനെയാണ്? പ്രവർത്തികളിലൂടെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനമെന്ന് പറയണത് ദൈവത്തിൻ്റെ വഴികളാണ്, അഥവാ സിദ്ധാന്തമാണ്, അഥവാ പ്ലാനാണ്. ദൈവത്തിൻ്റെ പ്രവർത്തികളെന്ന് പറയണത് ആ ജ്ഞാനത്തിൻ്റെ വെളിപാടാണ്. തിയറിയും പ്രാക്ടിക്കലും ഒരാളിൽ തന്നെയാണെന്നാണ്. പ്രൈസ് ദി ലോർഡ്. അമ്മ മാതാവിനും ഈശോനും കോടാനുകൂടി നന്ദി. ഞാൻ 2022 ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ വൈഫ് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് കണ്ടാണ് ഞാൻ ഉടമ്പടിയിലേക്ക് തന്നെ വരുന്നത്. 2022 മുന്നേ ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളിലും ബാക്കി പള്ളിയിൽ പോക്കും അങ്ങനെ ഒരു കാര്യങ്ങളിലും ഇടപെടാത്ത ഒരു വ്യക്തിയായിരുന്നു. 2022 എനിക്ക് പെട്ടെന്ന് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ജോലി നഷ്ടപ്പെട്ടതിൽ ഞാൻ എല്ലാ ദിവസവും ജോബുകൾ അപ്ലൈ ചെയ്യുന്നു. ഒരു ജോബും എനിക്ക് കിട്ടിയില്ല. ഓൾമോസ്റ്റ് ഒരു 10 മാസം വരെ എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല. ഞാൻ ഉടമ്പടിയിൽ എല്ലാ കാര്യങ്ങളും എൻ്റെ ഭാര്യയോട് ചേർന്ന് എല്ലാം പാലിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് എന്താണ് അതിൽ കുറവെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല.
അവസാനമായാണ് എനിക്കറിഞ്ഞത് എൻ്റെ ഭാര്യ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയുടെ ചേട്ടൻ ഭാര്യയുടെ അടുത്ത് ഇതേവരെ സംസാരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്കതൊരു കുറവായിട്ട് തോന്നി. ഉടമ്പടിയിലുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഞാൻ 7-ാം മാസം തൊട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ചേട്ടൻ്റെ കൂടെ സംസാരിക്കണം, ചിലപ്പോൾ ഇതായിരിക്കും നമ്മുടെ തടസ്സം എന്ന്. പക്ഷേ വൈഫിന് ഒരിക്കലും സംസാരിക്കാനായിട്ടൊരു മനസ്സ് തോന്നിയില്ല. പിന്നെ 10-ാം മാസം ഞാനിങ്ങനെ ആവർത്തിച്ച് 7-ാം മാസം തൊട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 10-ാം മാസം വൈഫിന് മനസ്സ് തോന്നി ചേട്ടനോട് വിളിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ എടുത്തത് ചേട്ടൻ്റെ ഭാര്യയായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ ഭാര്യ ഇതുപോലെ ചേട്ടൻ്റെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ചേട്ടന് ബിസിയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ദൈവം നമ്മൾ പറ്റാത്ത ആൾക്കാരോട് സംസാരിക്കണം എന്നാണല്ലോ ഉടമ്പടിയിലുള്ളത്. അപ്പോൾ നീ എന്തായാലും ട്രൈ ചെയ്ത്, അതുകൊണ്ട് നമ്മളത് കുഴപ്പമില്ല, സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്കത് നീ വിളിച്ചെന്നെങ്കിലും അറിഞ്ഞല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരാഴ്ച പോലും ആയില്ല, പെട്ടെന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നു. ഞാൻ ബഹ്റൈനിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ വെച്ച് ഇൻ്റർവ്യൂ കോൾ വന്നപ്പോൾ ഞാൻ പോകുന്ന സ്ഥലത്ത് HR-നെ പെട്ടെന്ന് കണ്ടപ്പോഴാണ്, HR-ന് മാനേജർ ഒരു സ്ത്രീയായിരുന്നു, ഗർഭിണിയായ സ്ത്രീ. മാതാവ് എങ്ങനെയാണ് നമ്മൾ നേരിട്ട് കണ്ടാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ ഒരു വ്യക്തിയായിരുന്നു. പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതുപോലെ കമ്പനിയിൽ ഇതാണ് മാക്സിമം സാലറി ഞങ്ങൾ ഓഫർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഒരു HR-ഉം ഒരിക്കലും ആരുടെ അടുത്തും സാലറി പാക്കേജിനെ കുറിച്ചൊന്നും പറയത്തില്ല, നമ്മളോടാണ് ചോദിക്കുന്നത് എത്ര സാലറി വേണമെന്ന്. അപ്പോൾ അങ്ങനെ സാലറി ഇതുപോലെ ഈ പാക്കേജാണെന്ന് പറഞ്ഞു. എനിക്കിവിടെ നാട്ടിൽ നിന്ന് കൃപാസനത്തിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് ഉടമ്പടി വസ്തുവായ ഉപ്പ് എനിക്ക് ഒരു വ്യക്തി കൊണ്ടുവന്ന് തന്നായിരുന്നു. അപ്പോൾ ഞാനത് ഫയലിൽ അത് ഉടമ്പടി ഒപ്പിട്ടിട്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് എൻ്റെ റെസ്യൂമിലൊക്കെ. അപ്പം ഞാൻ എൻ്റെ റെസ്യൂം കൊണ്ടുപോയി ആ ഒപ്പിട്ട റെസ്യൂമാണ് ഞാൻ കൊടുത്തത്. പക്ഷേ അത് നോക്കിയപ്പോൾ പുള്ളിയുടെ കയ്യിൽ ഇനിയൊരു റെസ്യൂം ഉണ്ടായി. ആ ഒപ്പിട്ട റെസ്യൂം അവിടെ ടേബിളിൽ വെച്ചിട്ട്, ആ റെസ്യൂം പഴയ റെസ്യൂമായിരുന്നു എൻ്റെ. അതിൽ വളരെ അത്രയും എക്സ്പീരിയൻസും കാര്യങ്ങളും ഞാൻ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാത്ത ഒരു നോർമൽ CV ആയിരുന്നു. പക്ഷേ പുള്ളി ചോദിച്ച 2 ചോദ്യങ്ങളാണ്. എപ്പോൾ ജോയിൻ ചെയ്യും, എത്ര ശമ്പളം വേണമെന്ന്. ശമ്പളം ഓൾറെഡി HR പറഞ്ഞുകൊണ്ട് ഞാൻ അത് തന്നെ പറഞ്ഞു. അത് പുള്ളി സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ പെട്ടെന്നായിരുന്നു എനിക്ക് എല്ലാം സംഭവിച്ചത്. ഒരു ചെറിയ കാര്യത്തിൽ നമ്മൾ വിട്ടുപോയതിൽ പെട്ടെന്ന് എല്ലാം ശരിയായെന്നുള്ളൊരു ഫീലിംഗ് ആയി. പിന്നെ ഈ 10 മാസത്തിൽ ഞാൻ അവിടെ ഗൾഫിൽ എല്ലാവർക്കും അറിയാം, അവിടെ 1 മാസം റെൻറ്റ് കൊടുത്തില്ലെങ്കിലും നമുക്ക് അവിടുത്തെ അറബികളായാലും ഏറ്റവും കൂടുതൽ പ്രശ്നമാണ് നമുക്ക്. പക്ഷേ ഞാൻ 10 മാസമായിട്ട് റെൻ്റൊന്നും കൊടുത്തില്ല. അതിന് മുന്നേയും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുള്ളി ചോദിക്കുമെന്നെങ്കിലും എനിക്ക് ആ റെൻറ്റ് എനിക്ക് ജോലിയില്ല എന്നുള്ളതുകൊണ്ട് പുള്ളി കുഴപ്പമില്ല എന്നുള്ള പോലത്തെ രീതിയിലാണ് പുള്ളി സംസാരിച്ചത്. അത്രയും ഹാർഷായിട്ട് ഒന്നും ബിഹേവ് ചെയ്തില്ല. പക്ഷേ എനിക്ക് ജോലി കിട്ടി എന്ന് അറിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ്, ഇനി ഇലക്ട്രിസിറ്റിയുടെ പേയ്മെൻറ്റ് ഞാൻ ചെയ്യത്തില്ല, നീ റെൻറ്റും കൊടുക്കുന്നില്ല, ഇലക്ട്രിസിറ്റിയുടെ ഞാനാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് പെട്ടെന്നൊരു ജോലി കിട്ടി പിറ്റേ ദിവസം തന്നെ എനിക്ക് ഇലക്ട്രിസിറ്റി അവിടെ കട്ട് ചെയ്തു. അവിടുത്തെ ഗൾഫിൻ്റെ ചൂടിൽ നിങ്ങൾക്കറിയാം, ഒരിക്കലും നമുക്ക് 1 മണിക്കൂർ പോലും നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ ഒരാഴ്ച വീതം ഫുൾ ആൻഡ് ഫുള്ള് ഇലക്ട്രിസിറ്റി ഇല്ലാണ്ട് വെറുതെ മെഴുകുതിരി മാത്രം കത്തിച്ച് അങ്ങനെ ഞങ്ങൾ ഒരാഴ്ച കടന്നുപോയി. അപ്പോൾ എനിക്ക് ഒരാഴ്ചത്തെ ശമ്പളം കിട്ടി, പുതിയ ജോലിക്ക് ജോയിൻ ചെയ്ത ശമ്പളം കിട്ടി. ഞാൻ വീട് മാറി, അങ്ങനെ വേറെ വീട്ടിലേക്ക് താമസത്തിലേക്ക് പോയി. പിന്നെ ഞാൻ ഒരു ദിവസം പോലും കുർബാന മുടങ്ങാറില്ല. എല്ലാ ദിവസവും ഞങ്ങൾ കുർബാനക്ക് പോകാറുണ്ട്. അപ്പോൾ ഈ 10 മാസത്തിൽ എൻ്റെ ജോലി പോയതിൽ കുറേ കടബാധ്യതയിലേക്ക് ഉള്ളായി. കുറഞ്ഞതൊരു 25 ലക്ഷത്തിൻ്റെ അടുക്കെ കടബാധ്യതയിലേക്ക് ഞാൻ പോയി. പലിശയും എല്ലാം കൂടി പ്രശ്നങ്ങളിലേക്ക് ഞാൻ പോയി. എൻ്റെ അവിടുത്തെ ബാങ്കുകളിലെ സിബിൽ സ്കോർ എന്ന് പറയും, അതെല്ലാം വളരെയധികം മോശമായിരുന്നു. എനിക്ക് ഒരു ബാങ്കും അവിടെ ബഹ്റൈനിൽ ലോൺ കൊടുക്കത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ജോലി കിട്ടി ഒരു 2-3 കൊല്ലമായിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ബാങ്കുകളിലും. പക്ഷേ ഒരു ബാങ്കുകളിലും എനിക്ക് ലോൺ അനുവദിക്കുന്നില്ല. അപ്പോൾ ഈ ഇടയ്ക്ക് മാതാവിൻ്റെ പെരുന്നാൾ സെപ്റ്റംബർ മാസം 10 ദിവസത്തെ പെരുന്നാൾ അവിടെ പള്ളിയിൽ ആഘോഷിച്ചായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാനിങ്ങനെ
ജസ്റ്റ് പ്രാർത്ഥിച്ചു. ഇതുപോലെ ജപമാല റാലിക്ക് എനിക്ക് പോകാനായിട്ട് വളരെയധികം താല്പര്യമുണ്ട്. ഇന്നേ വരെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇത് സംഭവിക്കില്ലെന്ന് എനിക്ക് അറിയാം, എന്നാലും മാതാവിനോട് ചോദിക്കുന്നു എന്ന് ആ ഒരു വിശ്വാസത്തിൽ ഞാനിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് മാതാവിൻ്റെ പെരുന്നാൾ കഴിയുമ്പോൾ എനിക്ക് ഒരു റിസൾട്ട് തന്നെ എന്നായിരുന്നു. ഞാൻ ഒരു ദിവസം എൻ്റെ കടങ്ങളെല്ലാം ഞാനും എൻ്റെ ഭാര്യയും കൂടി വാട്സാപ്പിൽ ടൈപ്പ് ചെയ്ത് ഞാൻ വൈഫിന് അയച്ചായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്ത് ഇത്ര കടങ്ങളുണ്ടെന്ന്. അത് എല്ലാ ദിവസവും ഞാൻ മാതാവിൻ്റെ പെരുന്നാളിന് പോകുമ്പോൾ ആ മാതാവിൻ്റെ കാലിൽ ഇങ്ങനെ വാട്സാപ്പ് മെസ്സേജ് മാത്രം ഓപ്പൺ ചെയ്യും, എന്നിട്ട് ആ കാലിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എന്തെങ്കിലും ചെയ്യണേ എന്ന്. 3-ാമത്തെ ദിവസം കഴിഞ്ഞു. 4-ാമത്തെ ദിവസം ഞാൻ ആ വാട്സപ്പ് മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ യോ മെസ്സേജ് ഹാസ് ബീൻ ഡിലീറ്റഡ് എന്നുള്ള ആ ഒരു സെൻറ്റൻസാണ് ഞാൻ കണ്ടത്. ഞാൻ കണ്ടപ്പോൾ വളരെയധികം ഷോക്കായിപ്പോയി. എന്തെന്നാൽ അത്രയും ആലോചിച്ചൊക്കെയാണ് ഓരോ കടങ്ങളും കാര്യങ്ങളും എല്ലാം ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നത്. ഞാൻ നേരെ എൻ്റെ ഭാര്യയുടെ അടുത്ത് പോയി ചോദിച്ചു, ഇതുപോലെ എന്ത് പറ്റി ഇത് കടങ്ങൾ ഇങ്ങനെ വെച്ചിരുന്നു, നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ച കാര്യങ്ങൾ നീ വല്ലതും ഡെലിറ്റ് ചെയ്താന്ന് ചോദിച്ചു. അപ്പോൾ വൈഫ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്തിട്ട് പോലും ഇല്ല, ഇത് ഉറപ്പായിട്ടും അമ്മ മാതാവാണ് ഡെലിറ്റ് ചെയ്തേക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ക്ലിക്കായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊക്കെയോ മാതാവ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു രീതിയിൽ ഞാൻ വളരെയധികം വിശ്വസിച്ചു. അതിനു മുന്നേ ഈ റെൻറ്റിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ റെൻറ്റ് ഓരോ മാസങ്ങളും ഞാൻ ഒരു ചെറിയ എമൗണ്ടായിട്ട് ഞാൻ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അടച്ചുകൊണ്ടായിരുന്നേച്ചത്. അപ്പോൾ പെട്ടെന്ന് അവിടുത്തെ ഓണർ എനിക്ക് എതിരായിട്ട് ഒരു കേസ് കൊടുത്തു. ഈ പൈസ മൊത്തം വേണം എന്നും പറഞ്ഞ് എനിക്ക് കേസ് കൊടുത്ത് ട്രാവൽ ബാൻ ആക്കി. എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും പറ്റില്ല. ആകെ കടങ്ങളും എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ കുടുങ്ങി. അവസാനം ഞാനിങ്ങനെ കോർട്ടും കേസുമായിട്ട് ഓരോ ദിവസങ്ങൾ കയറി ഇറങ്ങുമായിരുന്നു. കോർട്ടിങ്ങനെ വിധി പറഞ്ഞ് നീണ്ടു പോവായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കേസ് കുറച്ചും കൂടി സ്ട്രോങ് ആയി എന്നെ അറസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലേക്ക് ആകുന്ന ഒരു ദിവസം എത്തി. അപ്പോൾ ഞാനിങ്ങനെ പള്ളിയിൽ നിൽക്കുമ്പോൾ ഒരു കൂട്ടുകാരനോട് ഇങ്ങനെ ജസ്റ്റ് ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു, നാളെ ഇതുപോലെ പ്രശ്നമാണ്, നാളെ എന്താവുമെന്ന് അറിയില്ല, ഇത്ര പൈസ അടക്കാനുണ്ട്. ഞാൻ ഓണറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടും പുള്ളിയൊന്നും കേസ് പിൻവലിക്കുന്ന പോലെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്നാണ് ആ കൂട്ടുകാരൻ പറയുന്നത്, ഞാൻ ഇന്നൊരു ലോൺ എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ അപ്ലൈ ചെയ്തായിരുന്നു. അപ്പോൾ അത് നീ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല, ഞാനത് ഓൾറെഡി സാങ്ഷനായി, ഇനി നാളെ എനിക്ക് അമൗണ്ട് കിട്ടും എന്നുള്ള രീതിയിലാണ് നിൽക്കണം, ഞാൻ വേണമെങ്കിൽ അവരോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് പുള്ളി സംസാരിച്ചിട്ട് നിനക്ക് എത്ര അമൗണ്ട് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് ഇത്ര അമൗണ്ട് എനിക്ക് കൊടുത്താലേ ഈ കേസ് പിൻവലിക്കുള്ളൂ എന്നുള്ള പോലെ പുള്ളി പറയുന്നെന്ന് പറഞ്ഞ് അവസാനം പുള്ളി ഉടനെ പുള്ളിയുടെ ലോൺ അല്ലാതെ എൻ്റെ അമൗണ്ടും കൂടി പുള്ളി ആഡ് ചെയ്ത് എനിക്ക് വേണ്ടി പുള്ളി ലോൺ എടുത്ത് പിറ്റേ ദിവസം തന്നെ ആ അമൗണ്ടും എനിക്ക് പുള്ളി കൊണ്ടുവന്ന് കയ്യിൽ തന്നു. വളരെയധികം അത്ഭുതമായിരുന്നു, എന്തെന്ന് പറയാനറിയില്ല. മാതാവിൻ്റെ ഓരോ പ്രവൃത്തികൾ എന്നെക്കൊണ്ട് വിശ്വസിക്കാൻ പറ്റാണ്ടായി. മാതാവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് അടയാളം ഞാനൊന്നും ചോദിച്ചില്ലെങ്കിൽ പോലും ഓരോ അടയാളങ്ങൾ വഴി മാതാവ് ഞങ്ങളിൽ പ്രവർത്തിച്ചു. അപ്പോൾ അങ്ങനെ ആ ഒരു ട്രാവൽ ബാൻ മാറി ആ ഒരു പൈസ അടച്ചതോടെ പിന്നെ ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഈ പെരുന്നാളിന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ മെസ്സേജ് ഡിലീറ്റായി കഴിഞ്ഞ് ലാസ്റ്റ് ദിവസം ഒരു 2 ദിവസം എന്തോ ഉള്ളു പെരുന്നാളിന്. അപ്പോൾ മാതാവിനെ ലാസ്റ്റ് ദിവസം നമ്മൾ എടുത്തു വെക്കണം, മാതാവിനെ അകത്ത് പള്ളിയുടെ അകത്ത് കൊണ്ടുപോയി വെക്കുന്ന ഒരു ഇതുണ്ട്. പള്ളിയിൽ നിന്ന് മാതാവിനെ ഫാദറിൻ്റെ റൂമിൽ കൊണ്ടുപോയി വെക്കുന്ന. അതിന് മുന്നത്തെ ദിവസം ഞാൻ വെറുതെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ലുലുവിൽ പോയായിരുന്നു. അപ്പോൾ സാധനങ്ങൾ മേടിക്കാൻ പോയപ്പോൾ ഒരു ബാങ്കിൻ്റെ ഒരു സ്റ്റോൾ ഇട്ടിട്ടുണ്ട്. ആ ബാങ്കിൻ്റെ വ്യക്തി എന്നെ വിളിച്ചിട്ട് ഇതുപോലെ ഞങ്ങൾ ക്രെഡിറ്റ് കാർഡും ലോണൊക്കെ തരുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടാകുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഒരിക്കലും എനിക്ക് ലോണോ ക്രെഡിറ്റ് കാർഡോ ബാക്കി ഒന്നും കിട്ടത്തില്ല, എന്നാൽ എൻ്റെ സിവിൽ സ്കോർ ഒന്നുമില്ല, അല്ലാണ്ട് എനിക്ക് പല പ്രശ്നങ്ങളായി ഒരു ബാങ്കും എനിക്ക് ലോണ് തരില്ല എന്നാണ് 2 കൊല്ലങ്ങളായിട്ട് ഞാൻ ഓരോ ബാങ്കുകളിൽ പോകുമ്പോൾ ഞാൻ കേൾക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയുടെ രീതിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല ഇൻസെൻറ്റീവ് എന്തെങ്കിലും കിട്ടുമായിരിക്കും, ഓക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തോ, പക്ഷേ കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് ഡീറ്റെയിൽ മാത്രം കൊടുത്തിട്ട് പോന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇതുപോലെ അപ്ലൈ ചെയ്ത് 85% 90% ആയി, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. ഞാനും വിചാരിച്ചു ഓക്കെ ഇതൊക്കെ എല്ലാം നടക്കുന്നതാണ്, നമ്മൾ പണ്ടും കണ്ടതാണ്, 85-90% കഴിയും. പിന്നെ പുള്ളി ആരെങ്കിലും വിളിച്ചിട്ട് പറയും ഇതുപോലെ നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങളുടെ സ്കോറില്ല എന്നാണ്.
പക്ഷേ പുള്ളി വിളിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ സിവിൽ സ്കോർ എല്ലാം ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ വളരെയധികം അത്ഭുതപ്പെട്ടു പോയി, എന്താണ് സംഭവിക്കുന്നതെന്ന് ഒന്നും അറിയില്ല. അപ്പം ഞാൻ ഇങ്ങനെ പുള്ളിയുടെ റിപ്ലൈ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ കൂടി ആരോ പറയുന്നുണ്ട്, നീ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത വ്യക്തിയാണെന്നുള്ളത് പുള്ളിയുടെ അടുത്ത് പറ എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാനും വിചാരിച്ചു പറയാമെന്ന് വിചാരിച്ചു, പിന്നെ മടിച്ച് പറഞ്ഞില്ല. അപ്പോൾ പുള്ളി അന്ന് രാത്രി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, ഇതുപോലെ നിങ്ങളുടെ ലോൺ റിജക്റ്റായിപ്പോയി, എന്തെന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിസയിൽ എന്തോ പ്രശ്നമുണ്ട് കമ്പനിയുടെ ഇതിൽ, അതുകൊണ്ട് കിട്ടത്തില്ല എന്നുള്ള പോലെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, ലോൺ കിട്ടത്തില്ലെന്ന്. നിങ്ങളും പറഞ്ഞിട്ട് കേട്ടില്ല, ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. കുറച്ച് നേരം കഴിഞ്ഞ് പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു, വേറെ ഒരു ലോണുണ്ട്, ഞാൻ ഒന്നും കൂടി ലാസ്റ്റ് ട്രൈ ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ കുഴപ്പമില്ല, എന്തായാലും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനും പറഞ്ഞു. അന്നാണ് മാതാവിൻ്റെ പെരുന്നാൾ കഴിയാറാവുന്ന ദിവസം അടുക്കാറായി. അപ്പോൾ പുള്ളി ഒന്നും കൂടി അപ്ലൈ ചെയ്തു, ലോൺ അപ്ലൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ വിളിച്ചിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു, 95% നിങ്ങളുടെ പ്രോസസ്സ് കഴിഞ്ഞു, ഇനിയൊരു 5% കൂടിയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അന്ന് തിങ്കളാഴ്ചയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് പുള്ളിയെടുത്ത്, നിങ്ങൾക്ക് കൃപാസനത്തിനെ കുറിച്ച് അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പുള്ളി ഒരു ഹൈന്ദവനാണ്. അപ്പോൾ പുള്ളി പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് ഞാൻ പറഞ്ഞു, ഇതുപോലെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത വ്യക്തിയാണ് ഞാൻ. അമ്മ മാതാവിനെ എനിക്ക് 95% ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ 5% ഉറപ്പായിട്ടും അമ്മ മാതാവ് ചെയ്യും. എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് വെച്ചാൽ എനിക്കെല്ലാം ചൊവ്വാഴ്ചകളിലാണ് നടക്കുന്നത്. അപ്പോൾ നാളെ ചൊവ്വാഴ്ചയാണ്, അപ്പോൾ നാളെ എൻ്റെ ലോൺ പാസ്സാകും, നിങ്ങളത് കാണാൻ തന്നെ പോണത് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി തിരിച്ചെൻ്റെ അടുത്ത് പറഞ്ഞു, ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് എന്ന് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു. അതേപോലെ തന്നെ അന്ന് രാത്രി മാതാവിനെ പള്ളിയുടെ അകത്തുനിന്ന് അച്ഛൻ്റെ റൂമിൽ കൊണ്ടുവന്ന് വെക്കുന്ന ഒരു പരിപാടി ഉണ്ടായി. എല്ലാം പെരുന്നാൾ കഴിഞ്ഞു, മാതാവിനെ ഞാൻ കൊണ്ടുവന്ന്, ഞാനും 1-2 വ്യക്തികൾ പൊക്കി കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ അന്ന് രാത്രി ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വന്നില്ലെന്നേ ഉള്ളൂ. അത്രക്കത്ര എനിക്ക് ടെൻഷനാണ്. എന്തെന്നാൽ എൻ്റെ ജീവിതം തന്നെ മാറുന്ന ഒരു സംഭവമാണിത്, ഈ ലോൺ കിട്ടിക്കഴിഞ്ഞാൽ. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ രാത്രി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, മാതാവേ നാളെ എനിക്ക് വന്ന് ഈ ലോൺ യെസ് ഓർ നോ എന്നുള്ളത് എനിക്കൊരു 9:30 മണിക്കുള്ളിൽ എങ്ങനെയെങ്കിലും മാതാവിൻ്റെ അവിടെ 9:30 മണിക്കാണ് ഇവിടുത്തെ ധ്യാനം തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലെ 9:30 മണിക്കുള്ളിൽ എനിക്ക് റിസൾട്ട് അറിയണം, അമ്മ മാതാവ് എന്തായാലും എനിക്കത് യെസ് ഓർ നോ എന്നുള്ളത് പറഞ്ഞാൽ മതി, അതിനെക്കുറിച്ച് പിന്നെ ഞാൻ ബോധറാവില്ല എന്തെന്നാൽ എനിക്കറിയാം. അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞ് ഞാൻ വിശ്വാസ പ്രമാണം പറഞ്ഞ് അങ്ങനെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞാൻ ജോലിക്ക് പോയിട്ട് ഞാൻ വിജയകുമാർ ബ്രദറിൻ്റെ ടോക്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണമായിരുന്നു കാലത്ത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 8:30 മണി 8:45 ആയി, 9 മണിയായി. ഞാനിങ്ങനെ വിചാരിച്ചിട്ടിരിക്കണേ 9:30 വരെ ഉള്ള ടൈം, ഇതിനുള്ളിൽ അറിയിക്കാനാണ് മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത്, എന്താണെന്ന് അറിയില്ലെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ സ്പീച്ചിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ വിജയകുമാർ ബ്രദർ ഒരു പള്ളീന് സംഭാവന കൊടുത്ത കാര്യങ്ങളും പുള്ളിയുടെ അടുത്ത് പൈസ ഇല്ലാണ്ട് നിന്നതും പുള്ളി പിന്നെ നല്ല രീതിയിൽ എത്തിയ കാര്യങ്ങളിലുള്ള ഒരു ടോക്കായിരുന്നു. അപ്പോൾ ആ ഒരു ടോക്ക് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ പുള്ളിയുടെ എല്ലാ കടങ്ങളും അങ്ങനെ പ്രശ്നങ്ങളെല്ലാം തീർന്ന് ഞാൻ നല്ല രീതിയിൽ എത്തി എന്നുള്ള പറയുന്ന സമയം കറക്റ്റ് ഞാൻ നോക്കുമ്പോൾ മണി 9:15 9:20 ആ റേഞ്ചിൽ പെട്ടെന്നൊരു മെസ്സേജ് എനിക്ക് വരുന്നു, നിങ്ങളുടെ ലോൺ പാസ്സായി എന്നും പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നു. 18 ലക്ഷത്തിൻ്റെ ലോൺ എനിക്ക് ആ സ്പോട്ടിൽ വെച്ച് എനിക്ക് പാസ്സായി. അതേപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ മെസ്സേജ് ഡിലീറ്റ് ആയ കാര്യം നമ്മുടെ ലിവിങ് ഓറക്കിൾസിൽ ബഹുമാനപ്പെട്ട ജോമോൾ സിസ്റ്റർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവരും ഒരു ഡ്രാഫ്റ്റ് മെസ്സേജ് അവരുടെ കൂട്ടുകാരത്തി ഇങ്ങനെ അയക്കാനിരുന്നപ്പോൾ പെട്ടെന്ന് അവരറിയാണ്ട് തന്നെ ആ ഡ്രാഫ്റ്റ് മെസ്സേജ് സെൻഡായിപ്പോയി എന്നുള്ളത് ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. അതുപോലെയാണ് എനിക്കും സംഭവിച്ചത്, ഈ ഒരു മെസ്സേജ് ഡിലീറ്റായത്. പിന്നെ അതുപോലെ ജപമാല റാലിയും ഇപ്പോൾ അതുവഴി എല്ലാ കടങ്ങളും ഞാൻ ആ ചൊവ്വാഴ്ച വെച്ച് തന്നെ ആ കിട്ടിയ പൈസ അപ്പം തന്നെ ഞാൻ എല്ലാ കടങ്ങളും മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാം വീട്ടി. ഇനിയുള്ള കടങ്ങൾ എൻ്റെ ശമ്പളത്തിൽ തന്നെ എന്തായാലും അടയ്ക്കാൻ പറ്റും, വലിയ കടങ്ങളൊന്നുമില്ല. അങ്ങനെ എൻ്റെ കടങ്ങളും തീർന്നു. ഞാൻ ജപമാല റാലിയിൽ കൂടാനായി ഇടയായി. എൻ്റെ കുടുംബത്തോടെ ഞാൻ ബഹ്റിനിൽ നിന്നും ഇന്ത്യയിലേക്ക് വരാനും പറ്റി. എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അമ്മ മാതാവിനും ഈശോനും കോടാനുകോടി നന്ദി.
ഞാൻ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയാനായിട്ട് അവിടുത്തെ ഹോസ്പിറ്റലുകളിൽ ഞങ്ങൾ വിസിറ്റിന് പോകാറുണ്ട് ആഴ്ചയ്ക്ക് അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഓരോ പേഷ്യൻസിനെയും കാണും. നമ്മൾ കാണുമ്പോൾ ആ പേഷ്യൻസിന് ചിലപ്പോൾ അവർക്ക് നാട്ടിൽ പോകാനായിട്ട് പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ മരുന്നിന് പൈസ ഉണ്ടാവില്ല, ഫുഡ് ഉണ്ടാവില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ സഹായിക്കാറുണ്ട്. ഇപ്പോൾ ടിക്കറ്റ് ഇടണമെങ്കിൽ ടിക്കറ്റ് ഇട്ട് കൊടുക്കാറുണ്ട്, ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ പത്രവിതരണം അതുപോലെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് ചെയ്യാറ്. എന്തെന്നാൽ അവിടുത്തെ പള്ളിയിൽ അലൗഡല്ല. പള്ളിയിൽ പത്രവിതരണം കുറേ ആൾക്കാർ വന്ന് പത്രങ്ങൾ വെക്കുന്നതുകൊണ്ട് അവർ അലോ ചെയ്യുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഭക്ഷണം ഞാൻ എല്ലാ ബുധനാഴ്ചയും ഉപവാസം എടുക്കാറുണ്ട്. അപ്പോൾ ആ ബുധനാഴ്ച 5 പേർക്കുള്ള ഭക്ഷണം അവിടെ വെച്ച് തന്നെ പാവപ്പെട്ടവർക്ക്, ഈ നമ്മുടെ ബേറനിൽ കാണുന്ന ഓരോ പാവപ്പെട്ട ആൾക്കാർക്ക് ഞാൻ വണ്ടിയിൽ പോയി കൊടുക്കാറുണ്ട്. ഞാൻ ഭക്ഷണം കൊടുക്കുന്നതിന് മുന്നേ ആദ്യം മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാറുള്ളത് ഇതുപോലെ, ഞാൻ കൊടുക്കുന്ന ഭക്ഷണം അർഹതപ്പെട്ടവർക്ക് മാത്രം എത്തിക്കണേ മാതാവേ എന്ന് പറഞ്ഞാണ്. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. പള്ളിയിൽ കുർബാന മുടക്കാറില്ല, എല്ലാ ദിവസവും കുർബാനക്ക് പോകാറുണ്ട്. ഇന്നുവരെ അമ്മ മാതാവ് ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കോടാനുകോടി നന്ദി.